ഇപ്പോൾ നീറ്റ് PG പരീക്ഷയും മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയാണ് ഇത് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. രാത്രി വളരെ വൈകി മാത്രമാണ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്രത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഇത് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം, അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നു, അവരുടെ മാനസിക നിലയടക്കം ഈ വിഷയം ബാധിക്കുകയാണ്. കാരണം ഒരു പരീക്ഷയെ വിശ്വാസ്യതയോടെ എഴുതാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മറുപടി ഇല്ലാതെ നിൽക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുന്നു. ഏതായാലും ഇപ്പോൾ മുഖം രക്ഷിക്കാനായി ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, ഇപ്പോൾ നീറ്റ് PG പരീക്ഷയും മാറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുൻപിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ അർദ്ധരാത്രിയാണ് PG പരീക്ഷ മാറ്റുന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം പോയത്. എന്തുകൊണ്ടാണ് ഈ പരീക്ഷ മാറ്റിയത് എന്ന ചോദ്യം കേന്ദ്രത്തോട് ചോദിക്കുന്നത് ABVP ആണ്. നമുക്കറിയാം, BJP അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ്. അവർ ചോദിക്കുകയാണ്, അവർക്ക് പോലും ചോദിക്കേണ്ടി വരുന്നു കേന്ദ്ര സർക്കാരിനോട്. അതായത് ഈ പരീക്ഷകളിലെ വിശ്വാസ്യതയില്ലായ്മ, ക്രമക്കേട്, ഇതെല്ലാം നാട്ടിലെ വിദ്യാർത്ഥികളെ അത്രമാത്രം അരക്ഷിതാവസ്ഥയിലാക്കുകയാണ്. ഇപ്പോൾ മുഖം രക്ഷിക്കാൻ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മനു, ദിവസങ്ങളോളമായി നടക്കുന്നൊരു ചർച്ച അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ തന്നെയാണ് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ. പ്രത്യേകിച്ചും NDA പോലുള്ള ഒരു ഏജൻസി ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാകാത്തതാണ്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അധ്വാനമാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷയോടുള്ള വിശ്വാസ്യത, അവർ വർഷങ്ങളോളം നടത്തിയ പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായി വർഷങ്ങളോളം നടത്തിയ കഠിനാധ്വാനമാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ഇപ്പോൾ 4ാമത്തെ പരീക്ഷയാണ് ഇത് സംബന്ധിച്ച് നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ 4ാമത്തെ പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് തലേന്ന് രാത്രി, അതായത് ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് തലേന്ന് രാത്രി പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു, പരീക്ഷ റദ്ദാക്കിയെന്ന്. എന്നാൽ ഇതേസമയം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വലിയ ആത്മവിശ്വാസത്തോടെ ചെല്ലുമ്പോൾ പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു, പരീക്ഷ റദ്ദാക്കി എന്നുള്ളത്. ഈ കേന്ദ്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന സമീപനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഈ നീറ്റ് PG പരീക്ഷ മാറ്റിയത് എന്നതിലൊരു വിശദീകരണം NDAയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ വന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വിഷയത്തിൽ പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ നീറ്റ് പരീക്ഷയിലെ വിവാദവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരീക്ഷ ഇപ്പോൾ നടത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാന്യന്മാർക്ക്, ഈ മഹാന്മാർക്ക് ഇത് ഇന്നലെ അർദ്ധരാത്രിയാണോ? സ്വാതി, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ അർദ്ധരാത്രിയാണോ ഇത് മാറ്റേണ്ടത്? കാരണം ദൂരെയുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കൊക്കെ നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ എത്ര വിദ്യാർത്ഥികൾ പോയിട്ടുണ്ടാകാം. അവരുടെ യാത്ര, അവരുടെ പണം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ ബാധിക്കുന്ന രീതിയാണ്. ഇത്ര ഉത്തരവാദിത്തരഹിതമായി, ഇത്ര ലാഘവത്തോടെ ഇതിനു മുൻപ് ഏതെങ്കിലും കേന്ദ്ര സർക്കാർ ഈ പരീക്ഷകളെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? മനു ചോദിച്ച ചോദ്യം തന്നെയാണ് പല വിദ്യാർത്ഥികളും വളരെ ആശങ്കയോടെ, വളരെ വൈകാരികമായൊക്കെ നമ്മളോട് പ്രതികരിക്കുന്ന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾ, ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ വൈകാരികമായി ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു ആത്മവിശ്വാസം സംബന്ധിച്ച്, അവരുടെ ഒരു അധ്വാനം സംബന്ധിച്ച്, രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി ചെലവാക്കുന്ന, അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഏജൻസിയായിട്ടുള്ള NDA അടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലേക്കും UPയിലേക്കും ഈ അന്വേഷണം നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും അതായത് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തന്നെ ലക്ഷങ്ങൾ ഈ ചോദ്യപേപ്പറിന് വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത. ഇത്രയും ക്രമക്കേടുകൾ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്.
മോദി ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നോക്കിക്കാണണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ വിദ്വേഷ പരാമർശമടക്കം നടത്താൻ വലിയ ആവേശം കാണിച്ച BJP സർക്കാർ ഈ വിദ്യാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ 24 ലക്ഷത്തോളമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ന്യായീകരണം, അവർക്കൊരു വിശദീകരണം നൽകാൻ പോലും NDA പോലുള്ള ഒരു കേന്ദ്ര ഏജൻസിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ നീറ്റിന്റെ PG എക്സാം റദ്ദാക്കുന്നു, അതേ തലേ ദിവസം റദ്ദാക്കുന്നു. നെറ്റുമായി ബന്ധപ്പെട്ട നെറ്റുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും എന്ത് തരത്തിലുള്ള നിലപാടാണ് ഈ കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാലങ്ങളായി നടത്തുന്ന അധ്വാനത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കേന്ദ്രത്തിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് NDA ഈ ഡയറക്ടറെ മാറ്റുന്ന ഒരു നീക്കമുണ്ടായി. ഈ ഡയറക്ടറെ മാറ്റിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം, എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച് മോദി സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയമടക്കം ചർച്ചയാകുന്ന സമയത്താണ് വിവിധ കേന്ദ്രം നടത്തുന്ന വിവിധ പരീക്ഷകളിലെ അട്ടിമറികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് മറ്റൊരു കാര്യം, ഇന്ന് ഈ പരീക്ഷ മാറ്റി ഒരു മനുഷ്യരെ അറിയിക്കാതെ അർദ്ധരാത്രിയിൽ പരീക്ഷ മാറ്റുന്നു. കുട്ടികളെല്ലാം പെരുവഴിയിലായി നിൽക്കുകയാണ്. മറ്റൊന്ന്, ആദ്യം നടന്ന നീറ്റ് UG എക്സാം ഉണ്ടല്ലോ, അന്ന് ഗ്രേസ് മാർക്ക് നൽകിയ 1563 കുട്ടികൾ, അവരുടെ പുനഃപരീക്ഷ ഇന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി അതെങ്കിലും വൃത്തിക്ക് നടത്താൻ ഈ സാർമാരെ കൊണ്ട് പറ്റുമോ? അത് ഒന്നെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം തന്നെ NDAയും ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായാണ് 1563 വിദ്യാർത്ഥികളുടെ ഈ പരീക്ഷ വീണ്ടും പുനഃപരീക്ഷ നടത്താനുള്ളൊരു തീരുമാനം. അത് ഇന്ന് നടക്കാനിരിക്കുകയാണ്. എന്തായാലും ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് ഈ അട്ടിമറി നടന്നു എന്ന് പറയുന്ന കേന്ദ്രങ്ങളൊക്കെയും മാറ്റിക്കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക്, പരീക്ഷാ കേന്ദ്രങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പരീക്ഷ നടക്കാനിരിക്കെ ഇത് സംബന്ധിച്ചും വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ട്. മാത്രമല്ല, ഈ വിവാദമായിട്ടുള്ള നീറ്റ് പരീക്ഷയുടെ ഫലം വരുന്നതിലും അത് റദ്ദാക്കുമെന്നടക്കമുള്ള കേന്ദ്ര നടപടി ഉണ്ടാകും എന്നുള്ള ആശങ്ക കൂടി വിദ്യാർത്ഥികൾക്കുണ്ട്. എന്തായാലും ഈ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ. ഇനി അടുത്ത പരീക്ഷ എഴുതുന്നതിനോ 1 മണിക്കൂർ മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണമോ പ്രഖ്യാപനവുമായി കേന്ദ്ര ഏജൻസി രംഗത്ത് വരുമോ എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മനു.